ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് ആണ് നോക്കുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കുള്ള ഇന്നത്തെ യൂണിവേഴ്സ് മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. 4 കാർഡ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ കാർഡ് എനിക്കിവിടെ വന്നിട്ടുള്ളത് 10 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പം അതായത് ഓവർ റെസ്പോൺസിബിലിറ്റി തോന്നുക, എക്സ്ട്രാ സ്ട്രെസ്സ് തോന്നുക, ഭയങ്കരമായിട്ടൊരു ബേർഡൻ ചുമക്കുന്ന പോലെ. നിങ്ങൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്തോ ഒരു ഭാരം ചുമക്കുന്നത് പോലെയുള്ളൊരു സംതിങ് ലൈക്ക് എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട്. ഈ സ്ട്രെസ് എല്ലാം ലെറ്റ് ഗോ ചെയ്യൂ, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു കാർഡിന് ആൻസർ ആയിട്ടാണ് ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടായിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തത് എന്താണോ അതിലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് കളയൂ, നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കൂ എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഭാരമായി കരുതേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ എഫേർട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് അടുത്തെത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം ഗുഡാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതും ഗുഡായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുക. ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് പ്രാണായാമമൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, സ്ട്രെസ്സ് നന്നായിട്ട് കുറയും. പിന്നെ ചക്ര മെഡിറ്റേഷൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, റേക്കി ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഈ ഒരു സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളുടെ റിസൾട്ട് അടുത്തെത്തി. നിങ്ങളുടെ ഈ സ്ട്രെസ്സ് കാരണം ആ വരുന്ന റിസൾട്ടിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലോക്ക് എനർജി ആയിരിക്കും. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സ്വയം കംഫേർട്ട് ആവുക. ഓക്കെ, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾ സ്വയം കംഫേർട്ട് ആവുക. ഇപ്പം നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്താലേ നിങ്ങൾക്ക് ആ സ്ട്രെസ്സ് മാറത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഗൈഡ് വേണം, നിങ്ങൾക്കൊരു ബാക്ക് ബോൺ ആയിട്ട് ഒരാൾ വേണം, എങ്കിലേ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സ്വയം കംഫേർട്ട് ആകുക. ഓക്കെ, അതിൻ്റെ കാര്യമില്ല. ഓക്കെ, നിങ്ങൾ സ്വയം കാമായിട്ടിരിക്കുക, നിങ്ങൾ സ്വയം കംഫേർട്ടായിട്ടിരിക്കുക. ഹീലിംഗ് ആണ് മെയിൻലി പറയുന്നത്, ഹീലിംഗ് ആണ്. അപ്പോൾ ഹീലിങ്ങിൻ്റെ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ റേക്കി, അല്ലെങ്കിൽ പ്രാണായാമമൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളത്. ഇമോഷണലി സ്റ്റേബിൾ ആവേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഓക്കെ, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മിസ് ചെയ്തു പോകും. നിങ്ങൾക്ക് വരുന്ന പല കാര്യങ്ങളും, അത് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതൊരു ബ്ലോക്ക് വരുത്തും. ഓക്കെ, ഹെർമിറ്റിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. പലവരും സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് സംടൈംസ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ഭയങ്കര ലോസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്സ്. ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടാകും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, സെൽഫ് പ്രിയോറിറ്റി കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിലും നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചാൽ കിട്ടുന്നുണ്ടാവില്ല, നിങ്ങളെ തന്നെ കൺട്രോൾ വിട്ട് പെരുമാറുന്നുണ്ടാകാം. അതായത് നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിൾ ആകാൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങൾ ഡിപ്പെൻഡഡ് ആയി പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചു പോവുക. നിങ്ങളെപ്പോലത്തെ ഒരു സോള് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചു പോവുക. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾക്കിവിടെ വേണ്ടത് ഹീലിംഗ് ആണ്. ഹീലിങ്ങിന് ആവശ്യം നിങ്ങൾ ഒറ്റപ്പെട്ടുള്ളൊരു സമയം, നിങ്ങൾക്കൊരു സ്പേസ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇപ്പം നിങ്ങളുടെ കൂടെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയം യൂസ് ചെയ്യുക. നിങ്ങളെ തന്നെ ഒന്ന് പുതുക്കിയെടുക്കാൻ നിങ്ങൾ ആ ഒരു സമയം യൂസ് ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുക, ഗൈഡൻസ് കേൾക്കുക. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ്, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്, ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ റിയാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിയാലിറ്റിയിലുള്ളതല്ല നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. നിങ്ങളുടെ റിയാലിറ്റിയിൽ നടക്കുന്നത് ചിലപ്പോൾ ഒരു സ്മൈലാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കരമായിട്ടും ഭയങ്കര നെഗറ്റീവ് ഷാഡോ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടാവും. സങ്കടമായിട്ടും ഭയങ്കരമായിട്ടും ഒന്ന് കരയാനുള്ളൊരു എനർജിയിലൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. അപ്പം ആദ്യം നിങ്ങൾ റിയാലിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് ഹീൽ ചെയ്തെടുക്കൂ എന്നുള്ളതാണ് ഗൈഡൻസ്.
നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് റൈറ്റ് പാത്തിലാണ് പോകുന്നത്. നിങ്ങൾ ആ ഒരു ഹാർഡ് വർക്കിൽ ഹാർഡ് വർക്ക് നിർത്താനല്ല, ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര ചുമന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധനം നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. ഓക്കെ, ഒരു കാർഡും കൂടി എടുക്കാം. ഡബിൾ കാർഡാണ് ഇത്. കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല. സോ ഈ ഡബിൾ കാർഡ് വരുമ്പോഴും നിങ്ങൾ ഭയങ്കരമായിട്ട് ആരോടേക്കോ നിങ്ങൾ ഡിപ്പെൻഡഡ് ആയി പോകുന്നുണ്ട്. നിങ്ങളത് ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കണം എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും റിലീസ് ആവണം. നിങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അറ്റാച്ച്മെൻറ്റും നിങ്ങളുടെ ഈ ഇങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഓക്കെ, നിങ്ങളുടെ ഷാഡോ സെൽഫ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങളത് ഹീൽ ചെയ്ത് കളയുക. ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എഴുതുക, എന്നിട്ടത് കത്തിച്ച് കളയുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചേഞ്ച് വരേണ്ട ഒരു സമയമാണ്. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളൊരവസ്ഥയിലാണെങ്കിൽ ആരെങ്കിലും കൂടെ വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. പകരം എന്താക്കുക, ആ ഒരു സമയം, അത്രയും നേരം അല്ലെങ്കിൽ അത്രയും ദിവസം നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എങ്ങനെ ഞാൻ എന്നെ ഹീൽ ചെയ്യണം എന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, പ്രാണായാമം നിങ്ങൾ സമയമെടുത്ത് ചെയ്യുക, മെഡിറ്റേഷൻ സമയമെടുത്ത് ചെയ്യുക. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നം എഴുതിയിട്ട് അത് കത്തിച്ചളയുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോളിനെ മനസ്സിലാക്കാനുള്ളൊരു സമയമാണിത്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾ വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സോളിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് പോവുകയാണ്. ഷാഡോ സെൽഫ് ഉണ്ട് അവിടെ, അതിനെ വിട്ട് കളയുക. നിങ്ങളുടെ സോളിനെ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻ സാജിറ്റേറിയസ്, ടോറസ്, ക്യാൻസർ ആൻഡ് കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ അഗെയിൻ വന്നിട്ടുണ്ട്. ജെമിനി വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻസ് എടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് ഇമോഷണലി ആണ് നിങ്ങൾ കണക്റ്റായി പോകുന്നത്. ഇമോഷണലി ബാലൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫിൽ അത് എല്ലാത്തിനെയും ബാധിക്കും. കരിയറിനെയും ഫിനാൻഷ്യൽ നിങ്ങളുടെ എല്ലാ ഗ്രോത്തിനെയും ബാധിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ഇമോഷണലി ബാലൻസ്ഡ് ആവണം. ഓക്കെ, നിങ്ങളുടെ സോളിനെ തന്നെ മനസ്സിലാക്കുക. അതായത് സെൽഫ് പ്രിയോറിറ്റി കൊടുക്കൂ. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കൂ. നിങ്ങളുടെ മനസ്സിന് കൊടുക്കുന്ന വിശ്വാസം എന്താണോ അതാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുക. സോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഷാഡോ സെൽഫെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.